ലീഗായിട്ട് അപ്പോൾ കൂടുതൽ സൗഹൃദം അല്ലേ? നല്ല സൗഹൃദമല്ല, ഒരുപാട് പേരുണ്ട് നല്ല ലീഗിലെ. പൊതുവെ പാർട്ടിയും ലീഗായിട്ടാണ് സൗഹൃദം. ലീഗിലെ ഒരുപാട് ആളുകൾ നമുക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ എന്തിനാ പിന്നെ അതാ ചോദിച്ചത്. ലീഗ് എന്ന് പറഞ്ഞാൽ മലപ്പുറം, ലീന് എന്ന് പറഞ്ഞാൽ ലീഗ്, അങ്ങനെ സാധനം അത് മാറിയോ? സമസ്ത അവരുടേതായ അഭിപ്രായങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്. അവര് മത കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന മുസ്ലിം പണ്ഡിതന്മാർ. ഇപ്പോൾ ഹൈദരലി തങ്ങളാണെങ്കിൽ പണ്ഡിതനായിരുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഫൈസി ബിരുദമൊക്കെ എടുത്ത ആളുകളാണ്. പക്ഷെ ഇപ്പൊ ഒന്നും അങ്ങനെയല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ഈ പാണ്ഡിത്യത്തെയാണല്ലോ, അറിവിനെ ആയിരിക്കും ഈ മതസംഘടനകളൊക്കെ ബഹുമാനിക്കുക, അംഗീകരിക്കുക. CPM അവകാശപ്പെടാൻ പറ്റില്ലല്ലോ. ഇല്ല, CPM അവകാശപ്പെടുന്നില്ല. അവർക്കൊരു സ്വതന്ത്ര നിലപാടുണ്ടാവും ഞാൻ പറഞ്ഞത്. അപ്പൊ ഉപദേശിക്കില്ല രാഷ്ട്രീയ. പിന്നെ ഇപ്പൊ നല്ല രാഷ്ട്രീയ ധാരണയുള്ള, നല്ല വായനയുള്ള, നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കി ഐഡിയ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഐഡിയ ഉപ്പിനേക്കാളും നല്ല ഐഡിയ എനിക്ക് ഇന്ന് 10 രൂപ സ്പെഷ്യൽ. 10 രൂപ സ്പെഷ്യൽ. പത്തിരി ബീഫ്. ഇത് ആരൊക്കെയാന്ന് പരിചയപ്പെടുത്തിയല്ലേ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അല്ലേ? അത് ഉമ്മ. ഇത് എൻ്റെ മൂത്തയുടെ ഹസ്ബൻഡ് ജംഷീദ്, താത്തൻ്റെ ഹസ്ബൻഡ്. ഇതെൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് ലബീദ്. ഇത് ജംഷീദ്. ഇതെൻ്റെ ഉപ്പ, വൺ ആൻഡ് ഓൺലി ഡാഡ്, മൈ ഫാദർ. ആയിക്കോട്ടെ. അത് ഞാൻ മനോരമ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ കിട്ടുമോ? വീട്ടിൽ കിട്ടുമോ? അങ്ങനെയോ? ഇടയ്ക്ക് വരും. പിന്നെ ഇത് ഉമ്മ ഉണ്ടാക്കിയ ബീഫാല്ലേ? ഉമ്മന്റെ ബീഫാണ് വേണ്ടത്. അത് 2 തരം ബീഫായത് എങ്ങനെയാ? 2 ബീഫുണ്ട്. ഈ പ്രചരണത്തിനിടയ്ക്ക് വീട്ടിൽ വരുമോ ഭക്ഷണം കഴിക്കാൻ? ഇല്ല, വളരെ അപൂർവമായിട്ട് 1-2 തവണ. പിന്നെ നമുക്ക് ചെറിയൊരു അസുഖ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇടയ്ക്കൊന്ന് കാണണം എന്നുള്ളൊരു ഇതിൽ വരും. അങ്ങനത്തെ പ്രശ്നത്തിൽ വരും. അത്രയാണ്. അവിടെ എവിടെ താമസം? മേൽമുറി. പിന്നെ വൈഫ് ഹൗസ് എവിടെയാണല്ലോ, മലപ്പുറത്തിന്റെ പുയ്യാപ്പിളയാണ് അല്ലേ? ഈ പ്രചരണത്തിന് അവിടെ ഫുള്ള് അവിടെ ആയി പോവുക. ഈ നോമ്പ് തറ ആയിരിക്കും ഫുള്ള് അല്ലേ പരിപാടി? ഇപ്പൊ നോമ്പായതിനു ശേഷം നോമ്പ് ഒരു വലിയ മെയിനാണ്, ചടങ്ങ് തന്നെയാണ്. ഈ നോമ്പിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഈ പ്രചരണത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? ആൾക്കാരെ നോമ്പിന് സത്യത്തിൽ നല്ല സൗകര്യമാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു എന്താ വെച്ചാൽ സാധാരണ ഈ ആളുകളെ കാണുക, ആളുകളെ വീട് കയറി നമ്മൾ കാണാനൊക്കെ പോകാണ്ട്. ഇപ്പോൾ അതാണല്ലോ ഇപ്പോഴത്തെ കാര്യമായിട്ടുള്ള പരിപാടി. അപ്പോൾ അവിടെ ഏത് വീട്ടിൽ കയറിയാലും ആണല്ലോ. അല്ല, ആളുണ്ടാകുമ്പോൾ അതല്ല, നോമ്പ് അല്ലാതെ നമ്മൾ പോകുന്ന സമയത്ത് ഒരു അരമണിക്കൂർ നമുക്ക് ചിലവാകും. കാരണം അവരെന്തെങ്കിലും കഴിക്കാതെ, ഒരു ചായയെങ്കിലും തരാതെ, ഒരു കട്ടൻ ചായയെങ്കിലും തരാതെ വിടില്ല. അത് ഞങ്ങളുടെ ഈ നാടിൻ്റെ ഒക്കെ ഒരു, നമ്മളെ ഇങ്ങോട്ട് കോഴിക്കോട് മലപ്പുറം ഒരു രീതിയാണ്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് സമയവും നഷ്ടപ്പെടും. അത് മാത്രമല്ല നമുക്ക് തന്നെ ഭയങ്കര അസ്വസ്ഥയായിരിക്കും. അപ്പോൾ ആ വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ച് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വീണ്ടും വെള്ളം കുടിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മധുരം കഴിക്കേണ്ടി വരും. ഞാൻ പൊതുവെ മധുരം കഴിക്കാറില്ല, മധുരം ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. അപ്പോൾ 1-2 ഗ്ലാസ് മധുരം ഇട്ട വെള്ളമോ ചായ കുടിച്ചു. പിന്നെ അവരോട് നമ്മൾ ചായയിൽ മധുരം വേണ്ട ഇട്ടോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനത്തെ ഒന്നും ഇതുവരെ ഇല്ല. അല്ല, പക്ഷേ ഒരു സൗകര്യം ഉള്ളതെന്ന് വെച്ചാൽ വൈകുന്നേരം പള്ളിക്കലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും കാണാം, എല്ലാ കൂട്ടത്തോടെ കാണാം. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു വൈകുന്നേരങ്ങൾ എന്ത് തന്നെയായാലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ സ്ഥിരമായിട്ട് അവർ നടത്തുന്ന ഒരു ഇഫ്താർ വിരുന്നുകളൊക്കെ ഉണ്ടല്ലോ, DYFIയുടെ പേരിൽ, ക്ലബ്ബുകളുടെ പേരിൽ, അതിലേക്കൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്യുക. എന്തായാലും ഒരു 10-300 പേരൊക്കെ ഉണ്ടാകുന്ന ഒരു ചടങ്ങായിരിക്കും വൈകുന്നേരം. അപ്പോൾ അധികം പേരെ കാണാമല്ലോ. പൊതുവെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ ആണല്ലോ, വീട് കയറലും എല്ലാവരെയും കാണുക എന്നുള്ളതൊരു ശ്രമകരമാണ്. എന്നാലും നമ്മളൊരു യൂത്തൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മുടെ ഒരു സ്റ്റൈലും എല്ലാവരെയും കാണണം, എല്ലാവരോടും വോട്ട് ചോദിക്കണം, നേരിട്ട് തന്നെ എല്ലാവരുടെ അടുത്തേക്ക് എത്തണം. അതെൻ്റെ ഒരു പൊതുവെ ഇവിടെയും നമ്മളിപ്പോൾ ഭാര്യ വീട്ടുകാരൊക്കെ പ്രചരണത്തിന് ഇറങ്ങണല്ലോ. ഭാര്യ ഞാനിപ്പോൾ ഒരു സത്യത്തിലൊരു വലിയ ക്രൈസിസിലാണ്. അതായത് ഇവിടെ ഉമ്മ, അവിടെ അവളുടെ ഉപ്പ. അവളുടെ ഉപ്പ ലേശം സീരിയസ് ആണ്, ഉമ്മനെ പോലെയല്ല. പെട്ടെന്നാണ് നമ്മൾ വളരെ പെട്ടെന്ന്. ഉപ്പ വളരെ താല്പര്യമുള്ള 2 പേരും, അതായത് ഇതും പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, അവിടെയും പാർട്ടി AC മെമ്പറായിരുന്നു. പാർട്ടി കുടുംബങ്ങളാണ്. ഉപ്പയുടെ ഉപ്പയും ഇപ്പോൾ ആ ഫോട്ടോയിൽ കാണുന്ന ആളില്ലേ, അവിടെ വായിച്ചിട്ട ഫോട്ടോ. അത് അവർ മൂപ്പരും വളപ്പിൽ കാതിരുന്ന് പറയും, സഖാവായിരുന്നു.
അതായത് അവരേ ഉള്ളൂ, അവരുടെ അനിയന്മാർ അങ്ങനെയൊക്കെ ലീഗും കോൺഗ്രസ് അങ്ങനെയൊക്കെയാണ്. ഉമ്മൻ്റെ ഉപ്പ കോൺഗ്രസ് അങ്ങനെയൊക്കെയാണ്. ഉപ്പയും ഉപ്പൻ്റെ ഉപ്പയൊക്കെ പാർട്ടിയാണ്. അപ്പോൾ ഇവരുടെ ഉപ്പാക്ക് അങ്ങനെ സുഖമില്ലാത്തത് കൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് പൊതുവെ മലപ്പുറത്ത് മലപ്പുറത്ത് പോകുമ്പോൾ ഒരു ചെറിയ പേടിണ്ടായിരുന്നു അല്ലേ? നമ്മളിപ്പോൾ നമ്മളെ DYFIക്കാർ SFI ഒക്കെ ആയി നടക്കുന്ന നമുക്ക് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഞാൻ പഠിച്ചതൊക്കെ MIMA കോളേജ്, ഫറൂഖ് കോളേജ്. ദീപ വാ, വരി സ്റ്റൂൾ ഇട്ടിരിക്ക്, ഇരുന്നോ, വാ. ദീപു നമ്മളെ DYFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. ദീപുവാണ് ഇവിടുന്ന് നമ്മളെ ചുമതലയായിട്ട് അവിടെ ഉള്ളത്. അപ്പോൾ മലപ്പുറം ഒരു അപരിചിതത്വം ഇല്ല. ഞാൻ മമ്പാട് ME സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ MIMA കോളേജ് പഠിക്കുക, ഫറൂഖ് കോളേജ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ ഒരു SFI ക്യാമ്പസ് അല്ല. അതായത് ഒരു പൂർണ്ണമായി SFI ജയിക്കുന്ന, SFIക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമൊന്നും അല്ല. പക്ഷെ അവിടെയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്യാമ്പസുകളാണ്. MIMA കോളേജ് ആയാലും പിന്നെ ഫറൂഖ് കോളേജ് ആയാലും ഒക്കെ. സംഘടനാ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. അവിടെ MIMA കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ഞാൻ. SFIയുടെ അവിടെ യൂണിയൻ പിടിച്ചിരുന്നു. ഞങ്ങളുള്ള സമയത്ത് ആയിരുന്നു യൂണിയൻ കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മമ്പാട് MES കോളേജിലും യൂണിയൻ ഇല്ലെങ്കിലും കുറച്ച് സീറ്റുകൾ ജയിച്ചു. ഫറൂഖ് കോളേജിൽ അന്ന് ആ സമയത്ത് ഞങ്ങൾ ഒക്കെ ആ സംഘടനാ ചാർജുള്ള സമയത്തും 2 UEC ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാകുന്നതിന് തൊട്ടുമ്പൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു കുത്തക എന്ന് പറയുന്ന, എല്ലാവരും പുറത്തുനിന്ന് നോക്കുമ്പോൾ പൂർണ്ണമായി MSF ആണ്, UDSF ആണ് എന്നൊക്കെ പറയുന്ന ക്യാമ്പസുകളാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് പോയാൽ ഇപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിപ്പോൾ ഇവരോട് പറയും, SFIക്കാരൊക്കെ കൂടെ ഉള്ളപ്പോൾ പല കോളേജുകളിലും പോയി. നമ്മൾ യൂണിറ്റി വിമൻസ് കോളേജിൽ, ജെംസ് കോളേജ് അങ്ങനെയുള്ള ക്യാമ്പസിലൊക്കെ പോയി. നമുക്കപ്പോൾ ഒരു ഭയങ്കര ഇഷ്ടമാണ് തോന്നുക. അങ്ങനെയുള്ള ആളുകളോട് കൂടുതൽ രാഷ്ട്രീയം പറയുക, നമ്മളുടെ കൂടെ ചേർത്ത് നിർത്തുക, അവരോട് സൗഹൃദത്തിൽ ഏർപ്പെടുക, അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ നാടും ഈ പ്രദേശത്തൊന്നും അങ്ങനെ ഒരു വലിയ ലീഡോ ഞങ്ങൾ ജയിക്കുകയോ ഒന്നും അങ്ങനെ സ്ഥിരമായി ജയിക്കുന്ന ഒരു പ്രദേശമൊന്നുമല്ല. നല്ല എതിരാളികൾ, നല്ല ശക്തരായിട്ടുള്ള എതിരാളികളുള്ള സ്ഥലമാണ്. പിന്നെ പണ്ട് ഡിഗ്രി കഴിഞ്ഞ പാടൊക്കെ എനിക്ക് സത്യത്തിൽ വിടുന്ന അടിയൊക്കെ സംഘർഷം അങ്ങനെ ഉണ്ടല്ലോ, വെറുതെ ഉള്ള വാക്ക് തർക്കത്തിലും ഒക്കെ. പക്ഷേ അവരുമായിട്ടും പിന്നീട് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചാൽ നല്ല സൗഹൃദത്തിൽ, നല്ല ബന്ധത്തിൽ, എല്ലാ കുടുംബക്കാരും പരിചയക്കാരും. അങ്ങനെ പറയുമ്പോൾ ലീഗായിട്ടപ്പോൾ കൂടുതൽ സൗഹൃദം തോന്നും അല്ലേ? നല്ല സൗഹൃദമല്ല, ഒരുപാട് പേരുണ്ട് നല്ല ലീഗിലെ. പൊതുവെ പാർട്ടിയും ലീഗായിട്ടാ സൗഹൃദം. അങ്ങനെയല്ല, നമ്മളെല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അല്ല, അങ്ങനെ പരാതി ഉണ്ട് കേട്ടോ. വസീഫയുടെ പ്രചരണത്തിൽ ലീഗിനെതിരെ ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നത്. ഞാനോ? അല്ല, നമ്മൾ ആർക്കെതിരെ ഒന്നും പറയുന്നില്ലല്ലോ. പിന്നെ ലീഗ് എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ അങ്ങനെ അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയമല്ല, ഒരു പ്രസക്തമല്ല. പിന്നെ അത് മാത്രമല്ല, ലീഗിലെ ഒരുപാട് ആളുകൾ നമുക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ എന്തിനാ പിന്നെ നമ്മൾ ലീഗിന്റെ സാധാരണ അല്ല, അവിടെ മലപ്പുറത്ത് തന്നെ ലീഗിന്റെ പ്രവർത്തകരൊക്കെ നമുക്ക് വോട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. കാരണം അവർക്കും ഇത്തവണ മലപ്പുറം മാറിയുണ്ടല്ലേ, പഴയ മലപ്പുറം ഒന്നുമല്ല. അല്ലല്ല, പച്ചയല്ല. അതെ, ഞാനത് അതാ പറയുന്നു. നമ്മളിപ്പോൾ എന്തിനേറെ പറയുന്നു, പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആണല്ലോ, അവിടെ പോയപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമല്ലേ ഉപതെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നേ. എനിക്ക് അതിനേക്കാളും അതിനാകുമ്പോൾ എല്ലാവരും കൂടി വന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വൈബും കാര്യമാണ്. അതിനേക്കാളും നല്ല വൈബാണ്, നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. പിന്നെ നമ്മൾ തന്നെ എത്രയോ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോയി നിന്നിട്ടുണ്ട്. അരൂര്, അതേപോലെ ജനീഷ് കുമാറിൻ്റെ തെരഞ്ഞെടുപ്പിൽ, അവിടെയൊക്കെ അരൂരൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നല്ലോ. അവിടെ കാണുന്നതിനേക്കാളും ഒരു പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷമായിട്ട് എനിക്ക് തോന്നുന്നത്. ആളുകളുടെ പ്രതികരണവും സ്നേഹവും കരുതലും ഒക്കെ ഒരു വലിയ. നിങ്ങൾ കഴിക്കട്ടോ, ഇത് വർത്താനം നോക്കണ്ട. ഇപ്പോൾ ഉമ്മ ഭക്ഷണം കുറവാ. ഈ പ്രചാരണത്തിന് പോകുമ്പോഴേ എന്താണ് അവിടെ ഒരു സ്പെഷ്യലായിട്ട് തോന്നിയത്? മലപ്പുറത്തിൻ്റെതായിട്ടൊരു പ്രത്യേകത തോന്നുന്നു. പിന്നെ ഞങ്ങളും മലപ്പുറം തമ്മിൽ, നമ്മൾ കോഴിക്കോട് മലപ്പുറം തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഈ മലപ്പുറം ഈ മണ്ഡലം എന്ന് പറയുന്നത് നേരോ മണ്ഡലം കുറച്ച് വലുതാണ്. നിലമ്പൂർ ഇതിനകത്ത് വിടില്ലല്ലോ. പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ എത്തും പാലക്കാടിൻ്റെ സ്വഭാവമായി. അതെ, പെരിന്തൽമണ്ണ പാലക്കാട് സ്വഭാവമാണ്. പിന്നെ വള്ളിക്കുന്നിന് മറ്റൊരു സ്വഭാവമാണ്. നമ്മുടെ കടലുണ്ടി, കൊണ്ടോട്ടിയും അതുപോലെ തന്നെ
മറ്റൊരു രീതിയാണ് ഞാൻ തോന്നുന്നത്. നേരത്തെ ചോദിച്ചത് ഈ മലപ്പുറത്തിന്റെ സ്വഭാവം മാറി തന്നെ പണ്ടൊക്കെ ഒരു ലീഗ് എന്ന് പറഞ്ഞാൽ മലപ്പുറം, ദീന് എന്ന് പറഞ്ഞാൽ ലീഗ്, അങ്ങനെ ഒരു സാധനം അത് മാറിയോ? അല്ല, അതും നമ്മുടെ ഒരു തെറ്റിദ്ധാരണ സത്യത്തിൽ. ഞാനില്ല. ഞാനതാ പറഞ്ഞു, ഞാൻ പ്രീ ഡിഗ്രി മുതൽ പ്രീ ഡിഗ്രി ലാസ്റ്റ് ബാച്ചാണ് MMO കോളേജിലാണ് പഠിക്കുന്നത്. അതൊരു സത്യത്തിൽ ഇവിടുന്ന് മൊയ്മോനാജി എന്ന് പറയുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജാണ്, റീഡർ കോളേജാണ്, അന്ന് ജൂനിയർ കോളേജായിരുന്നു. മാനേൻ്റെ കോട്ടയിലും ഒക്കെ ഇവരുമായി ബന്ധപ്പെട്ട കെയുമായി ഒക്കെ ബന്ധപ്പെട്ട ആളുകൾ വരുന്ന ഒരു കോളേജാണ്. അവിടെയാണ് നമ്മൾക്കിങ്ങനെ ഈ സൗഹൃദവും ഈ ബന്ധമൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതും ലീഗും ദീനും തമ്മിലൊന്നും ഒരു ബന്ധമില്ല. പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോൾ ആളുകൾ കരുതും ഇതൊക്കെ ഒന്നാണെന്ന്. പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവർക്കൊക്കെ തങ്ങളൊരു പ്രസംഗത്തിൽ പറഞ്ഞ എനിക്കിപ്പോൾ പറഞ്ഞു, ഇത് ഇങ്ങനെ ഇഹലോകത്തിലേക്ക് വേണ്ടി മാത്രമല്ല ആഖിറത്തിലേക്ക് കൂടിയുള്ള പാർട്ടിയാണ്. അതാണ് അവരുടെ ശ്രമം. അത് ലീഗിൻ്റെ ശ്രമം. സമസ്ത പക്ഷെ അതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. സമസ്ത അവരുടേതായ അഭിപ്രായങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്. അവർ മത കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു പണ്ഡിതരുടെ ഒരു വലിയ വിഭാഗമൊക്കെ ഉള്ള ഒരു സമുദായ സംഘടന തന്നെയാണ്. അതിപ്പോൾ AP വിഭാഗമായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ചുകൂടി ഇതിലൊരു പ്രശ്നമുണ്ടായിരുന്നത് എന്താ വെച്ചാൽ, ലീഗ് ഇവരുടെ ഒരു പോഷക സംഘടന പോലെ, അല്ലെങ്കിൽ ലീഗ് പറയുന്നിടത്ത് നിൽക്കണം സമസ്ത എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സമസ്തയ്ക്ക് വേണ്ടി ലീഗ് അഭിപ്രായം പറയുന്നു എന്നൊക്കെ പറയുന്നു. അന്നൊക്കെ പക്ഷേ ലീഗിൻ്റെയും സംസ്ഥാന ഭാരവാഹികൾ ഈ മുസ്ലിം പണ്ഡിതന്മാരായിരുന്നു. മുസ്ലിം പണ്ഡിതന്മാർ. ഇപ്പോൾ ഹൈദരലി തങ്ങളാണെങ്കിൽ പണ്ഡിതനായിരുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഫൈസി ബിരുദമൊക്കെ എടുത്ത ആളുകളാണ്. പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ പാണ്ഡിത്യത്തെയാണല്ലോ, അറിവിനെ ആയിരിക്കും ഈ മതസംഘടനകളൊക്കെ ബഹുമാനിക്കുക, അംഗീകരിക്കുക ഒക്കെ ചെയ്യാം. പിന്നെ ആ കുടുംബത്തിനും കിട്ടുന്ന ഒരു അംഗീകാരം അങ്ങനെയൊക്കെ. പക്ഷേ ഇവർക്കൊന്നും ആണോ ആ പാണ്ഡിത്യം CPM-ന് അവകാശപ്പെടാൻ പറ്റില്ലല്ലോ. ഇല്ല, CPM-ന് അവകാശപ്പെടുന്നില്ല. അവർക്കൊരു സ്വതന്ത്ര നിലപാടുണ്ടാവും ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ലീഗ് പറയുന്നതോട് തന്നെ സമസ്ത നിൽക്കും എന്നുള്ള അഭിപ്രായമൊന്നും ഇല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പറഞ്ഞാലും അല്പം മുകളിൽ നിൽക്കുക, CPM-ന് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം ചിന്തയായിരിക്കും. അത് എന്തൊക്കെ പറഞ്ഞാലും രാജ്യത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഏത് വിഷയമായാലും, ഇപ്പോൾ ബുൾഡോസർ രാജ്, ബൃന്ദ കാരാട്ട്, ആർക്കും ഓർമ്മ വരുമോ? CPM-ന്റെ ഇടപെടലാണ്. കാശ്മീരിൻ്റെ പ്രത്യേക അവകാശം എടുത്തു കളഞ്ഞത് സീതാറാം യെച്ചൂരി, യൂസഫ് തരിഗമ്മയെ കാണാൻ പോകുന്നതും അത് കോടതിയിലേക്ക് പോകുന്നതും ആ വാർത്തയും ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ കൊത്തിവെച്ചതുപോലെ ഉണ്ടാവും. പൗരത്വ ഭേദഗതി, ഏക സിവിൽ കോഡ്, NIA ഭേദഗതി, NIA നിയമ ഭേദഗതിക്ക് വലിയ ചർച്ചയല്ലേ? NIA നിയമ ഭേദഗതിയിൽ അമിത്ഷാ ഓർമ്മയില്ലേ, ആരാണ് തീവ്രവാദി, ഞാനൊന്ന് കാണട്ടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പുറത്തെ ഡോറിലൂടെ ഇറങ്ങിപ്പോയതാ ബാക്കിയുള്ളവർ. പക്ഷേ ആരിഫ് എതിർത്ത് വോട്ട് ചെയ്തു, സംസാരിച്ചു. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമുണ്ട്. ആ ഇടതുപക്ഷ ഇടപെടലുകളെയെല്ലാം ജനം നോക്കിക്കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചാലും അങ്ങനെയാണ് അവിടെ ഓടിയെത്താൻ. ഇപ്പം ഇന്ത്യയിൽ എവിടെയും, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയല്ല, എൻ്റെ ഒരു അസുഖവും മറ്റൊക്കെ ആർക്കും എപ്പോഴും വരാം. അതല്ലാതെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയും ഇതുപോലൊരു വേട്ടയാടലുകൾ, ഒരു അക്രമം, ഒരു അനീതി ഒക്കെ നടക്കുമ്പോൾ വളരെ ആർജവത്തോടു കൂടി ഓടിയെത്താനുള്ള ഒരു മനസ്സ്, അതിന് പറ്റിയ ഒരു ആരോഗ്യം ഇപ്പോൾ പിന്നെന്താണെന്ന് അറിയില്ല, ഇപ്പോൾ ഉണ്ടല്ലോ. അതൊക്കെ ഒരു ഘടകമാണ്. ആരോഗ്യത്തിൽ പറഞ്ഞാൽ ഭക്ഷണം കുറവാണ്, അവരാരും കഴിക്കുന്നില്ല കേട്ടോ. ഞാൻ മാത്രമേ ക്യാമറ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാണ്ടൊക്കെ കേട്ടോ. ഭക്ഷണമൊക്കെ ഇഷ്ടംപോലെ കഴിച്ചത്, ക്യാമറയിൽ ഭക്ഷണം അധികം വരില്ല, കഴിക്കുന്നതും വരില്ല. അപ്പോൾ ഈ യുവത്വം എന്ന് പറയുന്ന, ഈ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞ യുവത്വം എന്ന് പറയുന്നത് അവിടെ ഒരു ഘടകമായിട്ട് മാറുന്ന പറയുന്നത്. യുവത്വം ഒരു ഘടകമാണ്. യുവത്വം ഘടകമെന്ന് മാത്രമല്ല, പിന്നെ ഈ ഒരു നിലപാട്, രാഷ്ട്രീയ നിലപാട്. ഇപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഇപ്പോൾ ജോൺ ബുട്ടാസ് ആയാലും റഹീം ആയാലും ഇവരൊക്കെ ചെയ്യുന്ന ഒരു ഇടപെടലുകളും, ശിവദാസൻ MP ആയാലും, അങ്ങനെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. അതാണ് സത്യത്തിൽ എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതിനൊരു പിന്തുണ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. DYFIന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയപ്പോഴേ അതൊരു ഭരണകക്ഷി ആയിരിക്കുമ്പോൾ DYFIയുടെ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ? അങ്ങനെ ഇപ്പം ഭരണകക്ഷി എന്നൊന്നും DYFIയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. DYFI എപ്പോഴും പൊതുവെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കുറച്ചുകൂടി സമരാത്മകമായിരിക്കും, പടികൊള്ളാൻ അവസരം ഉണ്ടാവും. അടിയുള്ളിലൊക്കെ ഒരു സാങ്കേതികതല്ലേ, അതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ്.
അതിപ്പോഴും ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ കേസെടുക്കും. ചിലപ്പോൾ എത്ര സ്ഥലത്ത് അടികൊണ്ട്. പണ്ട് ഈ സ്വാശ്രയ സമരം യൂണിവേഴ്സിറ്റി സമരത്തിൽ SFI വിദ്യാർത്ഥി സഖാക്കൾക്ക് ക്രൂരമായി അടി കിട്ടി. ഇതിപ്പോൾ നോർമൽ നമ്മൾ കൈപൊട്ടിയ ഫിദൽ SFIയുടെ ഇവിടുത്തെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ്. ഫിദൽ കൈപൊട്ടി. അപ്പോൾ അതൊക്കെ ഏത് ഭരണത്തിലായാലും എന്നാലും സംഘടന വളരെ നല്ലത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാന്ന് തോന്നിയില്ലേ? ഇപ്പൊ സംഘടനക്ക് എന്താ മോശം? ഏറ്റവും നല്ല രീതിയിൽ പാകം വളരെ ഇപ്പൊ മനുഷ്യ ചങ്ങല ഒരു സംഘടനക്ക് പോലും ആലോചിക്കാൻ പറ്റാത്ത മറ്റൊരു പ്രതിപക്ഷ കക്ഷികൾക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത ഒരു മുന്നേറ്റമല്ലേ മനുഷ്യ ചങ്ങല കൊണ്ടുണ്ടാക്കിയത്. കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ അങ്ങേ അറ്റം വരെ യുവജനങ്ങൾ അണിനിരന്ന് വലിയ രീതിയിൽ ഒരു താക്കീതായി. അതിനു മുമ്പ് ഞങ്ങൾ ആസ്ക് ദ PM ക്യാമ്പയിൻ എടുത്തില്ലേ? പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ യുവജനങ്ങളുമായിട്ട് സംവദിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടായ അതിന് ഭയങ്കര ഒരു ഹൈപ്പായിരുന്നു നിങ്ങൾ മാധ്യമങ്ങളൊക്കെ കൊടുത്തത്. പ്രധാനമന്ത്രി വരുന്നു, ചെറുപ്പക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അതിനെ പൊളിച്ചില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ആളുകളുടെ ഇടയിൽ ഞങ്ങളുടെ ഒരു ഇടപെടൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ലേ? ഞങ്ങൾ 100 ചോദ്യം തയ്യാറാക്കി. ആ ചോദ്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ വെച്ചു. എല്ലാ ജില്ലയിലും ക്യാമ്പയിൻ വെച്ചു. എറണാകുളത്ത് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? എറണാകുളത്ത് തന്നെ അവിടെ ക്യാമ്പയിൻ വെച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് വലിയൊരു ഈ പൊതിച്ചോറ് ആരുടെ ഐഡിയ? പൊതിച്ചോട് സത്യത്തിൽ തിരുവനന്തപുരത്ത് ഐസാജു നമുക്ക് ഭാരവാഹി ഇരിക്കുന്ന സമയത്ത് അവിടെ തുടങ്ങിയതാണ് തുടക്കം. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ രൂപങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ യൂണിറ്റുകളിൽ നിന്ന് ഹോസ്പിറ്റലുകളിൽ കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ കുറച്ചുകൂടി വിപുലമായി ഐസാജു അവിടുത്തെ DYFIയുടെ ഭാരവാഹി ആയിരിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ്. അത് പിന്നെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു. സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുവന്ന് അല്ല, ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത് ഞാൻ DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ആ കമ്മിറ്റിയാണ്. ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നത്. സ്റ്റേറ്റ് വൈഡ് ഒരു കോർഡിനേഷൻ കൊണ്ടുവന്നതൊക്കെ എപ്പോഴാണ്? അത് റഹീം സഖാവൊക്കെ ഭാരവാഹി ആയിരിക്കുന്ന സമയത്താണ്. അത് ശരിക്കും സംഘടനയ്ക്ക് ഒരു ഉണർവ് നൽകിയ പദ്ധതിയാണ്. തീർച്ചയായിട്ടും നല്ലൊരു. പണ്ടൊക്കെയാണ് സമരം ചെയ്യാൻ വേണ്ടി സംഘടനയെ ശക്തിപ്പെടുത്തായിരുന്നു. ഇപ്പം അത് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പൊതിച്ചോറ് കൊടുത്താൽ സംഘടന ഒന്നുകൂടി. ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരെ എന്തെല്ലാം സമരങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. എന്നാലും പണ്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള ഒരു ഊറ്റുണ്ടാവില്ല. അത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ലാത്തോണ്ടല്ലേ. നമ്മൾ ഈ ചാരിയിട്ട വാതിൽ ആരെങ്കിലും ചവിട്ടി തുറക്കുമോ? എൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും സർക്കാരിനെതിരെ അത്ര ശക്തമായ സമരം ചെയ്യേണ്ടതാണ്. അല്ല, ഈ കേരളത്തിലാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്ര സർക്കാരിനെതിരെ ഞങ്ങൾ ഡൽഹിയിൽ പോയി സമരം ചെയ്തല്ലോ. DYFI വെരി സവർ ജോബ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുദ്രാവാക്യം വെച്ച് ഡൽഹിയിലും സമരം ചെയ്തു. റെയിൽ റോക്കോ സമരങ്ങൾ, ട്രെയിൻ തടയൽ സമരങ്ങൾ എത്ര തവണയായി നടത്തി ഞങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സമരങ്ങളൊക്കെ ഞങ്ങൾ നടത്താറുണ്ട്. പിന്നെ കേരളത്തിലെ ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പം യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമനം ഒക്കെയാണ്. 42.4% PSC. കേരളത്തിലെ PSC ആണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുൻപന്തി നിന്ന്. എങ്ങനെയാ? ലേറ്റസ്റ്റ് 46% ആയി. അപ്പോൾ ഉപദേശിക്കില്ല രാഷ്ട്രീയ ഇടയ്ക്ക്. പിന്നെ ഇപ്പൊ നല്ല രാഷ്ട്രീയ ധാരണയുള്ള, നല്ല വായനയുള്ള, നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കി. തെരഞ്ഞെടുപ്പ് ഐഡിയ ഉപ്പിനേക്കാളും നല്ല ഐഡിയ എനിക്ക് തന്നെ ഉണ്ട്. പുതിയ കാലത്തെ ഐഡിയകൾ. പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനും പിന്നെ അപ്ഡേറ്റ്സ് സെറ്റപ്പുകൾ വേറെ ഉണ്ട് അല്ലേ? അത് വേറെ തന്നെയാണ്. ഈ മലപ്പുറത്തെ ഭയങ്കര ലീഗിന്റെ ഭൂരിപക്ഷം ഭയപ്പെടുത്തുന്നില്ലേ ശരിക്കും? 1,14,000 ഭൂരിപക്ഷം ഉള്ളൂ. ഇവിടെ കോഴിക്കോട്, വയനാട്, കോഴിക്കോട് 1,00,000 ചേർന്നല്ലേ കഴിഞ്ഞ നേരം ഭൂരിപക്ഷം. ആലത്തൂർ നമ്മൾ എത്ര വോട്ടിന് ജയിക്കുന്ന സീറ്റായിരുന്നു. കാസർഗോഡ്, വടകര, അതൊക്കെ 1.5 ലക്ഷം 2 ലക്ഷം വോട്ടിന് ജയിക്കുന്ന മണ്ഡലങ്ങളായിരുന്നില്ലേ. ഇപ്പോൾ അങ്ങനെ ഭൂരിപക്ഷം ഭയപ്പെടുകയോ അത് കണ്ടിട്ട് ഇന്ന കുത്തക സീറ്റാണെന്ന് കരുതുന്ന ഒരു വിഷയമൊന്നും ഇവിടെയില്ല. ഏത് സീറ്റിലും ആരും ജയിക്കും. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായാൽ. കോഴിക്കോടായതല്ലേ കുറച്ചുകൂടി മത്സരിക്കാൻ നല്ല? അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്ത് മത്സരിക്കല്ലോ. പേരൊക്കെ ആദ്യം തുടക്കത്തിൽ കോഴിക്കോട് അങ്ങനെയല്ല, പാർട്ടി ഓരോ സീറ്റിലേക്കും. ഞങ്ങൾ കൊടുക്കുന്ന പേരാണല്ലേ? അത് നിങ്ങൾ കൊടുത്തതാ. പാർട്ടി കൊടുത്തോ ഇല്ലയെന്ന് നമുക്കറിയില്ല. കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങൾ ഓരോന്ന് പറയാ ചെയ്യാം. പക്ഷെ പാർട്ടി ആലോചിക്കുക എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മലപ്പുറത്ത് പാർട്ടി ആലോചിക്കാൻ അങ്ങനെ ആയിരിക്കില്ല. ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി, അട്ടിമറി സംഭവിക്കാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള നിലക്കായിരിക്കുമല്ലോ പാർട്ടി എന്നെ അവിടെ പറഞ്ഞയച്ചിട്ടുണ്ടാവുക. എനിക്ക് ചുമതല തന്നത് അവിടെ ആ സീറ്റ് ഇടതുപക്ഷത്തിന് വാങ്ങി എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് തന്നെ ആയിരിക്കും പാർട്ടി ആലോചിച്ചത്. ഞാനും അതിനെ അത്രയും ഒരു താല്പര്യത്തോടു കൂടി ആ സീറ്റ് എനിക്കിപ്പോൾ ഞാൻ അത് ഉറപ്പിച്ച് പറയുന്നത്, എന്ത് സംഭവിച്ചാലും മലപ്പുറത്ത് ജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരു അട്ടിമറി ഉണ്ടാവുന്നതാണ്. അട്ടിമറിയോ ഇനി പേരെന്തിട്ടാൽ പേര് നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞാലും മലപ്പുറത്തെ ജനങ്ങൾ
എന്നെ സ്വീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഈ പറയാനുള്ളത്. നോമ്പ് കാലത്ത് പ്രചരണത്തിന് വെയിലത്ത് ഭയങ്കര ചൂടാണല്ലോ, ഒരു ക്ഷീണമാണോ ശരിക്കും പറഞ്ഞാൽ? ഇറങ്ങി പൊതുവേ എന്തറിയോ, ഇവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഞാൻ ഒരു 24 മണിക്കൂറൊക്കെ ഭക്ഷണം കഴിക്കാൻ നോക്കും. അപ്പോൾ ഉമ്മയൊക്കെ പറയും എന്താ വെച്ചാൽ ഇന്ന് കഴിച്ചാൽ ഞാൻ നാളെ ഇതേ സമയത്തേ കഴിക്കുള്ളൂ, വെള്ളം പോലും കുടിക്കില്ല. അതുകൊണ്ട് എനിക്ക് കിഡ്നി സ്റ്റോണൊക്കെ ഒരിക്കലും ഉണ്ടായതാണ്. എന്നാലും ഞാൻ അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇപ്പോൾ ഇവരൊക്കെ എന്നെ വല്ലാതെ നിർബന്ധമുള്ള കാര്യമല്ല. അല്ല, കഴിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടില്ലേ എത്രയും കഴിക്കും, നന്നായി ഭക്ഷണം കഴിക്കും. ഭക്ഷണത്തോട് താല്പര്യവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതെങ്കിലും? ഭക്ഷണം ഇഷ്ടം പത്തിരി ബീഫ്, കോഴിക്കോട് ബീഫ്, പത്തിരി ബീഫ്, ബീഫാണ് താല്പര്യം. അതാണ് ഉമ്മയുടെ ബീഫാണ് നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ബീഫ്. എല്ലാതരം ബീഫ് ഉണ്ടാകും. അത് പ്രത്യേകം പഠിച്ചിട്ടൊന്നുമല്ല, എങ്ങനെ ഉണ്ടാക്കിയാലും അത് മെച്ചപ്പെടും. മലപ്പുറത്തേക്ക് മാറുമോ ഇങ്ങനെ ജയിച്ചാൽ? അങ്ങനെ ഞങ്ങൾ ഇത് തന്നെയാണ് ഈ ഒരു തൊട്ട് ഈ പുഴയുടെ അക്കരെ മണ്ഡലം. എതിർ സ്ഥാനാർത്ഥി ഞങ്ങളും തമ്മിൽ ഒരു 1.5-2 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. വടക്കാടാണല്ലേ? ഇവിടെ തന്നെയാണ്, ഈ മപ്പറാണ്. മപ്പറാണ് ഈ സ്കൂളിൽ. ഞാനും അദ്ദേഹമൊക്കെ ഒരു സ്കൂളാണ് പഠിച്ചത്. ഇവിടെ പഠിച്ചത് അദ്ദേഹം. മലപ്പുറത്തുകാരനല്ല എന്നുള്ള പരാതിന്റെ പ്രശ്നമില്ല. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പരാതി ആരും പറയലൊന്നുമില്ല. ഇല്ല, മലപ്പുറത്തുകാർക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. അവിടെ പിന്നെ പണ്ടേ ബനാത്തുവാലയും പുറത്തുള്ള ആൾക്കാർ മത്സരിക്കുന്ന ഒരു നോമിനേഷൻ കൊടുത്തു പോയ ടി അഹമ്മദ് സാഹിബ്, ബനാത്തുവാല ബോംബെ നിന്നാണ്. സേട്ട് സാഹിബ് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിൽ സെറ്റിൽ ചെയ്തതാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഷാർപ്പായിട്ട് ഇപ്പൊ പറയും. ചരിത്രം അല്ലേ? അവസാനം ഇ അഹമ്മദ് സാഹിബാണ്, ആൾ കണ്ണൂർക്കാരനാണ്. അതാണ് പിന്നെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് സമുദായമാണെങ്കിൽ പോലും കോട്ടക്കലാണ്. അപ്പൊ മലപ്പുറംകാരനല്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ല, ഞാൻ സത്യത്തിൽ മലപ്പുറം അല്ല എന്ന് പറയുന്നതിലും ഞങ്ങൾ 2 ജില്ലയാണ് സത്യത്തിൽ, പുഴയുടെ അക്കരെ ഇക്കരെയാണ്. അല്ല, ബഷീറിന്റെ തന്നെ മനോരമയിൽ പറഞ്ഞു ഞങ്ങൾ നാട്ടുകാരാണ്. ബഷീറിന്റെ മനോരമയിൽ നാട്ടുകാരാണ്. ഈ മലപ്പുറത്തെ ആളുകൾ എന്താണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്? നമ്മൾ പ്രചരണത്തിന് ചെല്ലുമ്പോൾ അവരുടെ ഒരു ആദ്യമായിട്ട് ഒന്ന് ഞാൻ പറയട്ടെ, അവർക്ക് ഒരു MP-യുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സംസ്ഥാനം നന്നായിട്ടുണ്ട്. ഇങ്ങനെ ഇനി നിങ്ങൾ വരുമോ, ഇങ്ങനൊക്കെ വരാൻ കഴിയുമോ? അടുത്ത തെരഞ്ഞെടുപ്പിനെ വരുവുള്ളൂ. ഇങ്ങനൊക്കെ വരാൻ കഴിയുമോ? അതേപോലെ അടുത്ത തെരഞ്ഞെടുപ്പിന് വരുമോന്നല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മണ്ഡലം മാറുമെന്ന് ചോദിക്കുന്നുണ്ട്. ജയിച്ചു പോയാൽ നിങ്ങൾ മണ്ഡലം മാറും, പരസ്പരം വെച്ച് മാറുമെന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞേ, ഞാനൊരു സാധാരണ SFI-കാരനും DYFI-കാരനും ഒക്കെ ആയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നും സംഘടനാ പ്രവർത്തനമാണല്ലോ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാണാൻ കിട്ടുന്നില്ല, സമീപിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. എന്നെ ഒരു പഞ്ചായത്ത് മെമ്പറോട് എങ്ങനെ, ഞാനത് ഫസ്റ്റ് ചാനലുകാരോട് നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു പഞ്ചായത്ത് മെമ്പറോട് എങ്ങനെ നാട്ടിലെ ഒരു സാധാരണക്കാരനെ സമീപിക്കാൻ പറ്റുമോ അങ്ങനെ സമീപിക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി ആവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള തീവ്രമായ ശ്രമമായിരിക്കാം നടത്തുക. അത് നിങ്ങൾക്ക് സാധിക്കും ചെയ്യും, നിങ്ങൾക്ക് സമീപിക്കാം. അത്രയും നിങ്ങളുമായിട്ട് അടുത്ത് ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കും ഞാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അതേപോലെ ഞാൻ പറഞ്ഞു എൻ്റെ വീടിന് ഗേറ്റ് ഉണ്ടാവില്ല എന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട് കണ്ടറിയാം, ഗേറ്റ് ഇല്ല, ആർക്കും വരാം അല്ലേ? എത്ര കാലമായി അതിലുണ്ടാക്കിയിട്ട് ഞങ്ങൾ വർഷങ്ങളായി ഉണ്ടാക്കി, പക്ഷേ ഞങ്ങൾ ഗേറ്റ് വെച്ചില്ല. ഞാൻ എപ്പോഴും പറയും തുറന്നിട്ടാ മതി. അല്ല, തുറന്നിട്ടാലും മതി, അല്ല ഗേറ്റ് വെക്കാൻ. ഞാനതൊരു പ്രയോഗമായി പറഞ്ഞതാണ്, പക്ഷെ ഇപ്പോൾ തമാശയ്ക്ക് നിങ്ങളോട് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഗേറ്റ് ഇല്ല. അതായത് അങ്ങനെ ആളുകളുമായിട്ട് ഇടപെടാൻ പറ്റുന്ന, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ DYFI-യുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയാലും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്ക് അറിയാം. എന്നിരുന്നാലും ഞാൻ വന്നാൽ നമ്മളെ അങ്ങാടിയിൽ വന്നിരിക്കുകയും നമ്മുടെ നാട്ടിലെ ഞങ്ങളിങ്ങനെ വരുമ്പോൾ ചെറിയ കുട്ടികളുടെ വഴി വെച്ചിട്ടോ വസീഫ് ഖാന്റെ വീട് പറഞ്ഞേ മദ്രസ വിട്ടു വരുന്ന കുട്ടികളെ നമ്മൾക്കൊരു താല്പര്യം എന്താ വെച്ചാൽ അതായത് പറഞ്ഞു. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് സത്യത്തിൽ എനിക്ക് ഉപ്പയുടെ നിന്നിട്ട് ഒരു ക്വാളിറ്റി ആട്ടോ. ഉപ്പയുടെ മെയിൻ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒക്കെ എതിർ പാർട്ടിക്കാരായിരിക്കും. ലീഗുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ. അത് എല്ലാവരോടും ഉപ്പ ചെറുപ്പം മുതലേ, ഞാൻ തന്നെ അന്നൊക്കെ എനിക്കും ചോദ്യം ഉണ്ടായിരുന്നു, എന്തിനാ നിങ്ങൾ ഇവരെങ്ങനെ സഹായിക്കുന്നത്? ഉപ്പ എന്ത് ചില സർവീസിലായതുകൊണ്ട് അവരുടെ ആവശ്യത്തിനൊക്കെ ബാഗ് കൊടുത്ത്, ഇവിടെ ഞങ്ങൾ ചെറുതാകുമ്പോഴും ഉപ്പ തിരുവനന്തപുരം പോകും ബാഗ് കൊടുത്തിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ആ നാട്ടുകാരെ കൂടെ പോവാ, സർവീസിലെ ഉപ്പ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ പോവാ ചെയ്യുക. പക്ഷേ അത് കുറേ കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി അതൊരു വലിയ ഇപ്പം ചെയ്യുന്നതേ ആർക്കായാലും സാമൂഹ്യ സേവനത്തിന് രാഷ്ട്രീയത്തിന്റെ അതിർത്തി വെക്കേണ്ട ആവശ്യം. അതെ, അതിന്റെ ഒരു അതിർത്തി വെക്കേണ്ട ആവശ്യമില്ല. അത് സത്യത്തിൽ ഇപ്പൊ എനിക്കൊരു മാതൃകയാണ്. ഈ നോമ്പ് കാലത്ത് ഇങ്ങനെ ഞാൻ മനോരമ ചാനലിൽ ഇന്നാൾ പറഞ്ഞിരുന്നു, ആരാണ് റോൾ മോഡൽ എന്ന് എന്നോട് ചോദിച്ചു ഇവര്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഉപ്പയാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലും കാര്യം എല്ലാവർക്കും പരമാവധി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. പാർട്ടിയിൽ ആരാ റോൾ മോഡൽ? പാർട്ടിയിൽ സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ തന്നെയാണ്.
അതൊരു ഇപ്പൊ അങ്ങനെ അല്ലാന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. അല്ല അതുകൊണ്ടൊന്നല്ല, അയ്യേ അതുകൊണ്ട് എന്തിനപ്പം അദ്ദേഹത്തിന് ഇപ്പൊ ഞങ്ങളെ പോലുള്ള ഒരാളുടെ എന്ന് പറഞ്ഞിട്ട് എന്ത് പാർട്ടി സീക്വൽ ടു പിണറായി എന്ന് പറയുന്നുണ്ടേ. അയ്യേ ഒരിക്കലും അങ്ങനെ, അതൊക്കെ ഓരോരുത്തർ വെറുതെ പറയുന്നതാണ്. സത്യത്തിൽ മുൻകാലങ്ങളിലൊക്കെ ഞങ്ങളെ നേരെ എന്താ ചിരിക്കുന്നത്? ഏത് ശരിക്കും പിണറായി ഈ പോസ്റ്റിൽ എത്തുന്നതിന് മുന്നേ അല്ല, ആദ്യേ പിണറായി ഭക്തനാണ്. അപ്പൊ എന്റേത് പോട്ടെ, എന്റെ മോളോട് ചോദിക്കും, ഇപ്പൊ മോൾ ചോദിക്കും ഓക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാന്ന് ചോദിക്കും. മോള് മുഖ്യമന്ത്രി പറയും. മോക്ക് എന്റെ മോൻ 6ാം ക്ലാസ്സിലുള്ളവർക്ക് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ആ മറ്റേ ആൾക്ക് ചെറുതിന് ഓൾക്ക് എന്ത് പിണറായി സഖാവിനുള്ളത് അത് ഒരു രീതി ഞാൻ പറയുന്നു. നമ്മുടെ ഒരു സംസാരത്തിലും വ്യക്തിപരമായിട്ടൊരു അടുപ്പം അദ്ദേഹമായിട്ടുണ്ടോ ശരിക്കും? ഒരു അങ്ങനെ ഒരു അടുപ്പം പാർട്ടി സംസ്ഥാനം പോയി കാണും, സംസാരിക്കും. സംസാരിക്കും. അതും വളരെ അപൂർവമായിട്ടൊക്കെയുള്ള കാണൽ എന്തെങ്കിലും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മുഖവും നമ്മളോടുള്ളൊരു ആ ഫേസിൽ തന്നെ ഒരു ഇന്റിമസി അങ്ങനെ ഉണ്ടാവില്ല. ഒരു ഡിവൈഎഫ്ഐ വളരെ ചുരുങ്ങിയ വാക്കുകൾ. ഇന്റിമസി എന്നുള്ള വാക്ക് പിണറായി വിജയനുമായിട്ട് ചേർത്ത് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കട്ടെ. അദ്ദേഹത്തിന്റെ ഒരു കണ്ടങ്ങളിൽ നമ്മളോടൊക്കെ അങ്ങനെയാണ് ഒരു കരുതല്. അതാരോടായാലും, അത് മുമ്പൊരു പ്രത്യേകിച്ച് യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടനകളോടൊക്കെ ഒരു വല്ലാത്ത താല്പര്യമൊക്കെ കാണിക്കും. അത് നമ്മൾ പിന്നെ കുറെ കേട്ടിട്ടുമാണല്ലോ നമ്മളറിയാം, നമുക്ക് മാത്രമുള്ള അനുഭവങ്ങളല്ലല്ലോ. ഈ നോമ്പ് കാലത്ത് നിങ്ങൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് നോമ്പ് തുറ പരിപാടിയൊക്കെ ഉണ്ടാവൂലേ? പണ്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ കൂടും. എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാല് കുറെ ആയി. പക്ഷെ നോമ്പിന് ഞങ്ങൾ എന്തായാലും 1-2 നോമ്പിന് ഇങ്ങനെ, അതാ ഇന്ന് പെട്ടെന്നൊരു ഒഴിവ് കിട്ടിയപ്പോ പെട്ടെന്ന് മെസ്സേജ് അയച്ചു ഞങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് വാട്സപ്പ് ഗ്രൂപ്പിലിട്ട്. അപ്പൊ തംസപ്പ് അടിച്ച് അങ്ങനെ അറേഞ്ച് ചെയ്തുണ്ടാക്കിയ പരിപാടി പെട്ടെന്ന് ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഉമ്മ പറഞ്ഞത് ബീഫ് 2 ഐറ്റം ആയിരുന്നു. ഒരു ബീഫ് വാങ്ങിയതും ഒരു ബീഫ് ഇവിടെ ഉള്ളതും ബീഫില്ലായിരുന്നു, പെട്ടെന്നായതുകൊണ്ട്. അപ്പോൾ നിങ്ങളും വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഏതായാലും വീട്ടിൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ പിന്നെ മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ CPIയുടെ ഒരു ഇഫ്താറും പിന്നെ ഒരു മരണവും. ഓക്കെ. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഒരു രാഷ്ട്രീയം കൂടെ ചോദിച്ച് നിർത്താം. ഈ CPIയുടെ നേതാവ് ഈ അടുത്ത് വീണ്ടും ലീഗിനെ വല്ലാണ്ട് പുകഴ്ത്തി. ഞാൻ ചോദിച്ച ചോദ്യം തന്നെയാണ്, ഈ ലീഗ് പാർട്ടി CPMനോട് അടുക്കുന്നു എന്ന് പറയുന്നത് അത് ഒരു മുന്നണി സംവിധാനത്തിലേക്ക് പോകുമോ? അവിടെ ലീഗിൻ്റെ ഏറ്റവും കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ, ലീഗിൻ്റെ അണികൾക്കൊരു CPMനോട് താല്പര്യം കൂടിയുണ്ടെന്നാണ് പറയുന്നത്. സത്യത്തിലേ ഈ ഒരു രാഷ്ട്രീയ ലാഭം, എന്തെങ്കിലും സാമ്പത്തിക ലാഭം, അധികാരമോഹം ഒക്കെ ഇല്ലാത്ത ആരും ഇടതുപക്ഷത്തോടെ ചേർന്ന് നിൽക്കൂ. അതെ, എൻ്റെ ഒരു നേരെ തിരിച്ചാ പറയുന്നത് കേട്ടോ. ലീഗിന് അധികാര കൊതി ഉള്ളതുകൊണ്ടാണ് CPMന്റെ അടുത്ത്. ഒരിക്കലുമല്ല. അവരിലെ അണികൾ ഇപ്പോൾ കോൺഗ്രസിലെ തന്നെ നല്ലൊരു വിഭാഗം നിങ്ങൾ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചോ, ഇത്തവണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. നല്ലൊരു വിഭാഗം. കാരണം അവരുടെ ഈ നേതൃത്വത്തോട് ആർക്കായാലും, ഇപ്പം എന്തിനേറെ പറയുന്നു, പ്രതിപക്ഷ നേതാവ് ഈ പത്മജയും അനിൽ ആൻ്റണിയും ഒക്കെ BJP പോയപ്പോൾ പറഞ്ഞ വർത്താനം എന്താ? പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് BJPയിലേക്ക് പോയത് എന്നല്ലേ പറഞ്ഞത്. അതൊക്കെ ഈ കേൾക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തോടുള്ള ഒരു മതിപ്പ് എന്തായിരിക്കും? പിന്നെ KPCC പ്രസിഡന്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഐ വിൽ ഗോ വിത്ത് BJP, അതൊന്നും ഒരു മടിയില്ലേ? ഇപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ ഒരു അപകടം നടന്നു. ഇപ്പം എൻ്റെ മനസ്സിൽ കൊണ്ട സംസാരമായിട്ട് ഞാൻ പറയുന്നത്, അതിൽ ധീരജിൻ്റെ കൊലപാതകം അന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞില്ലേ, ഇരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ സത്യത്തിൽ തറക്കും, മനസ്സിൽ കൊള്ളും. അതുപോലെ തന്നെ ഇവരുടെ ഈ നിലപാടുകളുടെ കൃത്യതയില്ലായ്ക, ഓരോ വിഷയത്തിലെടുക്കുന്ന സമീപനങ്ങൾ, ഇതൊക്കെ ആളുകൾ നോക്കി നിൽക്കും. അപ്പോൾ ഒരു മതനിരപേക്ഷതയും അതുപോലെ തന്നെ ഒരു കെട്ടുറപ്പമൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ കോൺഗ്രസ് ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. അവരുടെ ഒരു അഹങ്കാരവും എല്ലാവരുടെയും അല്ല കേട്ടോ, കോൺഗ്രസിലൊക്കെ എത്രയോ നല്ല ആളുകളുണ്ട്, നന്നായി ഇടപെടുന്നവരുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വം സത്യത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വോട്ട് കിട്ടി ജയിക്കുന്ന പറയുന്നത്. തീർച്ചയായിട്ടും അവരുടെയും വോട്ട് കിട്ടും, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെയാണ്. അടുത്ത നോമ്പിന് നമുക്കൊരു MP കൂടെ ഇരുന്നിട്ട് തീർച്ചയായിട്ടും അതാണ് നമ്മുടെ പ്രതീക്ഷ. ആയിക്കോട്ടെ, കഴിച്ചോട്ടോ.